भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ പഞ്ചസപ്തതിതമോऽധ്യായ. ശ്രീരാജോവാച അജാതശത്രോസ്തം ദൃഷ്ട്വാ രാജസൂയമഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗതാ. ദുര്യോധനം വർജയിത്വാ രാജാനസ്സർഷയസുരാ ഇതി ശ്രുതം നോ ഭഗവൻ തത്ര കാരണമുച്യതാം. ഋഷിരുവാച പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മന ബാന്ധവാ പരിചര്യായാം തസ്യാസൻ പ്രേമബന്ധന. ഭീമോ മഹാനസാധ്യക്ഷോ ധനാധ്യക്ഷഃ സുയോധന സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനെ. ഗുരുശുശ്രൂഷണേ ജിഷ്ണു കൃഷ്ണ പാദാവനേ ജനേ പരിവേഷണേ ദ്രുപദജ കർണോ ദാനേ മഹാമന. യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയ ബാഹ്ലീകപുത്ര ഭൂര്യാദ്യ യേ ച സന്ദർദനാദയ. നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസു തേ തദാ പ്രവർത്തന്തേ സ്മ രാജേന്ദ്ര രാജ്ഞ പ്രിയചികീർഷവ. ഋത്വിക്സദസ്യ ബഹുവിൽസു സുഹൃത്തമേഷു സ്വിഷ്ടേഷു സൂനൃതസമർഹണ ദക്ഷിണാഭി ചൈദ്യേ ച സാത്വതപതേശ്ചരണം പ്രവിഷ്ടേ ചക്രുസ്തതസ്ത്വവഭൃതസ്നപനം ദ്വിനദ്യാം. മൃദംഗശംഖപണവധുന്ധുര്യാനഗോമുഖാ വാദിത്രാണി വിചിത്രാണി നേതുരാവഭൃതോത്സവേ. നർത്തക്യോ നൃതുർഹൃഷ്ടാ ഗായകായൂധശോ ജഗു വീണാവേണുതലോന്നാദസ്തേഷാം സ ദിവമസ്പൃശൻ. ചിത്രധ്വജ പതാകാഗ്രൈരിഭേന്ദ്രസ്യന്ദനാർവഭി സ്വലങ്കൃതൈർഭടൈർഭൂപ നിര്യയൂരുക്മമാലിന. യദുസൃഞ്ജയ കാംബോജ കുരുകേകയ കോസല കമ്പയന്തോ ഭുവം സൈന്യർയജമാന പുരസ്സര. സദസ്യർദ്വിജശ്രേഷ്ഠ ബ്രഹ്മഘോഷേണ ഭൂയസ ദേവർഷി പിതൃഗന്ധർവാസ്തുഷ്ടുവു പുഷ്പവർഷിണ. സ്വലങ്കൃത നരാനാര്യോ ഗന്ധസ്രംഭൂഷണാംബരൈ വിലിംബന്ത്യോഭിഷിഞ്ജന്ത്യോ വിജഹ്രുർവിവിധൈരസൈ. തൈലഗോരസഗന്ധോദഹരിദ്രാസാന്ദ്രകുങ്കുമൈ പുംഭിർലിപ്താ പ്രലംബന്ത്യോ
വിജഹൃർവാരയോഷിത ഗുപ്താ നൃഭിർനിരഗമന്നുപലബ്ധുമേതൽ ദേവ്യോ യഥാദിവിമാനവരേ നൃദേവ്യ താമാതുലേ സഖിഭിഃ പരിഷിച്യമാന സവ്രീഡഹാസവികസദ്വദനാ വിരേജു താദേവരാനുത സഖീൻ ശിശുർധൃതീഭിः ക്ലിന്നാംബരാ വിവൃതഗാത്രകുചോരുമധ്യ ഔത്സുക്യമുക്തകബരാച്യവമാനമാല്യ ക്ഷോഭം ദധുർമലധിയാം രുചിരൈർവിഹാരൈ സസമ്രാഡ്രഥമാരൂഢാ സദശ്വം രുക്മമാലിനം വ്യരോചത സ്വപത്നീഭിः ക്രിയാഭിः ക്രുതുരാടിവ പത്നീ സംവ്യാജവാഭൃത്യൈശ്ചരിത്വാ തേതമൃത്യുജ ആചാന്തം സ്നാപയാംശ്ചക്രുർഗംഗായാം സഹ കൃഷ്ണയാ ദേവദുന്ദുഭയോ നേതുർനരദുന്ദുഭിഭിः സമം മുമുചു പുഷ്പവർഷാണി ദേവർഷി പിതൃമാനവ സസ്നുസ്തത്ര തതഃ സർവേ വർണ്ണാശ്രമയുതാ നരാ മഹാപാതക്യപീയത സദ്യോ മുച്യേത കിൽബിഷാൽ അധ രാജാഹതേ ക്ഷൗമേ പരിധായ സ്വലംകൃത ഋത്വിക് സദസ്യ വിപ്രാദീനാനർച്ചാഭരണാംബരൈ ബന്ധുജ്ഞാതി നൃപാൻ മിത്രസുഹൃദാംസ്ഞാംശ്ച സർവശാ അഭീക്ഷ്ണം പൂജയാമാസ നാരായണ പരോ നൃപ സർവേ ജനാസുരരുചോ മണികുണ്ടലസ്രഗുഷ്ണീഷ കഞ്ചുകദുകൂലമഹാർഘ്യഹാര നാര്യശ്ച കുണ്ടലയുഗാളകവൃന്ദജുഷ്ടവക്ത്രശ്രിയ കനകമേഖലയാ വിരേജു അധർത്വിജോ മഹാശാല സദസ്യാ ബ്രഹ്മവാദിന ബ്രഹ്മക്ഷത്രിയ വിക്ഷൂദ്ര രാജാനോ യേ സമാഗത ദേവർഷി പിതൃഭൂതാനി ലോകപാലാ സഹാനുഗ പൂജിതാസ്തമനുജ്ഞാപ്യ സ്വധാമാനി യയുർനൃപ ഹരിദാസസ്യ രാജർഷേ രാജസൂയമഹോദയം നൈവാതൃപ്യൻ പ്രശംസന്ത പിബന്മർത്യോമൃതം യഥാ തതോ യുധിഷ്ഠിരോ രാജാ സുഹൃത്സംബന്ധി ബാന്ധവാൻ പ്രേംണാ നിവാസയാമാസ കൃഷ്ണം ച ത്യാഗകാതര ഭഗവാനപി തത്രാംഗ ന്യവാത്സീൽ തൽപ്രിയങ്കര പ്രസ്ഥാപ്യ യദുവീരാംശ്ച സാംബാദീംശ്ച കുശസ്ഥലിം ഇദ്ധം രാജാധർമ്മസുതോ മനോരഥമഹാർണവം സുദുസ്തരം സമുത്തീര്യ കൃഷ്ണേനാസീൽ ഗദജ്വര ഏകദാന്തപുരേ തസ്യ വീക്ഷ്യ ദുര്യോധനശ്രിയം അതപ്യൽ രാജസൂയസ്യ മഹിത്വം ചാച്യുതാത്മന യസ്മിൻ നരേന്ദ്രദിദിജേന്ദ്ര സുരേന്ദ്രലക്ഷ്മീർ നാനാവിഭാന്തി കില വിശ്വസൃജോപക്ലുപ്ത താഭി പതീൻ ദ്രുപദ രാജസുതോപതസ്ഥേ യസ്യാം വിഷക്തഹൃദയ കുരുരാടതപ്യൽ തസ്മിംസ്തദാ മധുപതേർമഹിഷീ സഹസ്രം ശ്രോണീഭരേണ ശനകൈക്കുണദംഘ്രിശോഭം മധ്യേ സുചാരുകുചകുങ്കുമശോണഹാരം ശ്രീമന്മുഖം പ്രചലകുണ്ടലകുന്തളാഢ്യം സഭായാം മയക്ലുപ്തായാം ക്വാപി ധർമ്മസുതോധിരാൻ വൃതോനുജൈർബന്ധുഭിശ്ച കൃഷ്ണേനാപി സ്വചക്ഷുഷാ ആസീന കാഞ്ചനെ സാക്ഷാദാസനേ മഘവാനിവ പാരമേഷ്ഠ്യ ശ്രിയാ ജുഷ്ട സ്തൂയമാനശ്ച ബന്ദിഭിः തത്ര ദുര്യോധനോ മാനി പരീതോ ഭ്രാതൃഭിർനൃപ കിരീടമാലീന്യവിശദസിഹസ്ത ക്ഷിപൻ രുഷാ സ്ഥലേഭ്യ ഗൃഹാദ്വസ്ത്രാന്തം ജലം മത്വാ സ്ഥലേ പതൽ ജലേ ച സ്ഥലവദ്ഭ്രാന്ത്യ മയമായാ വിമോഹിത ജഹാസ ഭീമസ്തം ദൃഷ്ട്വാ സ്ത്രിയോ നൃപതയോ പരേ നിവാര്യമാണ അപ്യംഗ രാജ്ഞ കൃഷ്ണാനുമോദിത സവ്രീഡിതോ വാഗ്വദനോരുഷാജ്വലൻ
നിഷ്ക്രമ്യ തൂഷ്ണിം പ്രയയൗ ഗജാഹ്വയം ഹാഹേതി ശബ്ദ സുമഹാനഭൂൽ സതാമജാതശത്രുർ വിമനാ ഇവാഭവൽ ഏതത്തേ ഭിഹിതം രാജൻ യൽ പൃഷ്ടോഹമിഹ ത്വയാ സുയോധനസ്യ ദൗരാത്മ്യം രാജസൂയേ മഹാക്രതൗ. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ദുര്യോധനമാനഭംഗോ നാമ പഞ്ചസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ബാലം മുകുന്ദം ശിരസാ നമാമി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 681 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 75 അധ്യായം ആണ് നമ്മൾ പാരായണ രൂപത്തിൽ ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചത്. ഇനി പ്രഭാഷണ രൂപത്തിൽ അതിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങൾ നമ്മൾ ഇപ്പോൾ അതിനെ അനുസന്ധാനം ചെയ്യുകയാണ്. പരീക്ഷിത്ത് ചോദിക്കുകയാണ്, കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദുര്യോധനന് മാത്രം സന്തോഷം ഉണ്ടായില്ല എന്ന് കേട്ടപ്പോൾ പരീക്ഷിത്ത് ചോദിക്കണു, അജാതശത്രോ തം ദൃഷ്ടുവാ രാജസൂയ മഹോദയം സർവേ മുമുദിരേ ബ്രഹ്മൻ നൃദേവായേ സമാഗത. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷേ, അജാതശത്രോ തം രാജസൂയ മഹോദയം, യുധിഷ്ഠിരന്റെ ആ രാജസൂയ യാഗത്തെ കണ്ടിട്ട് സമാഗത നൃദേവ യേ സർവേ മുമുദിരേ, അവിടെ വന്നിട്ടുള്ള മനുഷ്യരും ദേവന്മാരും ആരൊക്കെ വന്നുവോ അവരൊക്കെ തന്നെ അവരെല്ലാവരും മുമുദിരെ സന്തോഷിച്ചു. ദുര്യോധനന്റെ അസൂയ കൊണ്ട് ഉണ്ടായ മാനഭംഗത്തെക്കുറിച്ച് പറയുകയാണ്. ദുര്യോധനന് മാത്രം ഇഷ്ടമായില്ല, എല്ലാവർക്കും അത് വലിയ ഇഷ്ടമായി, സന്തോഷമായി. പരീക്ഷിത്ത് പറയുകയാണ്, ബ്രഹ്മാനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങ് എനിക്കുള്ളതിനുള്ള മറുപടി പറഞ്ഞു തരണേ എന്നാണ്. എന്താ അത്? ഇവിടെ യുധിഷ്ഠിരന്റെ ശത്രുക്കൾ മുഴുവനില്ലാതെയായി, അദ്ദേഹത്തിന് അജാതശത്രു എന്ന് പേര് വന്നത്. എന്നാൽ അദ്ദേഹത്തിലും ശത്രുത കാണിച്ച ഒരാള്, അതാരാത്? അത് ദുര്യോധനാണ്. അപ്പൊ ഈ രാജസൂയ മഹായാഗത്തിന്റെ അവസാനത്തിൽ എല്ലാവർക്കും സന്തോഷമായി. ദുര്യോധനം വർജയിത്വാ രാജാന സർഷയസുര ഇത് ശ്രുതം നോ ഭഗവം സ്തോത്ര കാരണമുച്യതാം. ഹേ ഭഗവൻ, ദുര്യോധനം വർജയിത്വ, ദുര്യോധനനെ കൂടാതെ ഋഷികളോടുകൂടിയ ദേവന്മാരും രാജാക്കന്മാരും എന്ന് ഞങ്ങൾ കേട്ടു. അതിന് കാരണം എന്താ? ഈ ദുര്യോധനൻ മാത്രം ഈ ധർമ്മപുത്രരുടെ രാജസൂയ മഹോദയത്തിൽ ഇങ്ങനൊരു ദേഷ്യം വരാൻ എന്താണ് കാരണം? ദുര്യോധനൻ സന്തോഷിക്കാതിരിക്കാൻ എന്താണ് കാരണം? പറഞ്ഞു തരണേ എന്ന് പറയുന്നു. അപ്പോഴാണ് ശ്രീശു ബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിച്ചു. പിതാമഹസ്യ തേ യജ്ഞേ രാജസൂയേ മഹാത്മനാ ബാന്ധവാ പരിചര്യായാം തസ്യാസൻ പ്രേമബന്ധന. മഹാത്മാവായ തേ പിതാമഹസ്യ, അങ്ങയുടെ പിതാമഹന്റെ രാജസൂയം എന്ന യജ്ഞത്തിൽ, യാഗത്തിൽ പ്രേമബന്ധന, പ്രേമബന്ധം വന്ന ബന്ധുക്കൾ തസ്യ പരിചര്യായാം ആസൻ, ആ ബന്ധുക്കളെല്ലാവരും യാഗനിർവഹണത്തിനു വേണ്ടി അദ്ദേഹത്തിനു വേണ്ടി ഓരോരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു.
ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലികളാണ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ആ രാജസൂയ മഹോത്സവത്തിൽ ധർമ്മപുത്രർക്ക് സന്തോഷം ഉണ്ടാവാൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ പ്രേമം കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഭീമൻ മഹാനസാധ്യക്ഷ. ഭീമൻ എന്തിൻ്റെ അധ്യക്ഷനാണ്? ഭീമൻ പാചകശാലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ധനാധ്യക്ഷനോ സുയോധന, അത് ദുര്യോധനൻ തന്നെ. പിന്നെയോ സഹദേവസ്തു പൂജായാം നകുലോ ദ്രവ്യസാധനെ. സഹദേവൻ പൂജയിലും നകുലൻ ദ്രവ്യസമ്പാദനത്തിനും സാധനങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ നകുലനും വേണ്ടതുപോലെ ചെയ്തു. ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏർപ്പാടാക്കി എന്നാണ്. സദ്യ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, പാചകശാലയുടെ ചുമതല അത് സാക്ഷാൽ ഭീമസേനൻ ഏറ്റെടുത്തു. അതേപോലെ തന്നെ സുയോധനൻ ധനത്തിന്റെ മുതൽ സൂക്ഷിക്കുക, വേണ്ട ആളുകൾക്ക് വേണ്ടത് കൊടുക്കുക, ഇതിൻ്റെയൊക്കെ ചുമതല സാക്ഷാൽ ദുര്യോധനൻ തന്നെയാണ് ഏറ്റെടുത്തത്. പിന്നെ ഗുരു ശുശ്രൂഷണേ ജിഷ്ണു, ഗുരുനാഥന്മാരെ ശുശ്രൂഷിക്കാൻ ജിഷ്ണു അർജുനൻ. കൃഷ്ണ പാദാവനേജനെ, പാദാവനേജനെ കാൽ കഴിയിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. പരിവേഷണേ ദ്രുപദജ, വിളമ്പിക്കൊടുക്കാൻ പാഞ്ചാലി. കർണോദാനേ മഹാമന, ഉദാരമനസ്കനായിരിക്കുന്ന കർണൻ ദാനത്തിന്റെ ചുമതലയും ഏറ്റെടുത്തു. വരുന്ന ആളുകൾക്ക് ചന്ദനം തുടങ്ങിയ ലേപനങ്ങൾ കൊടുത്ത് ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുക, ഗുരു ശുശ്രൂഷ ചെയ്യുക, അതാരാ? അർജുനൻ. മഹാജനങ്ങൾ വരുമ്പോൾ അവരെ കാല് കഴുകിക്കുക, അത് സാക്ഷാൽ ഭഗവാൻ തന്നെ. പിന്നെ അവിടെ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ഉത്കൃഷ്ടമായ സൽക്കാരം, പാദ പ്രക്ഷാളനം, അത് രണ്ടും കഴിഞ്ഞാലോ ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ അതിൻ്റെ നേതൃത്വം സാക്ഷാൽ പാഞ്ചാലിക്കാണ്. പാഞ്ചാലി വിളമ്പുന്ന സാധനങ്ങൾ തീരില്ല എന്നാണ്. പദാർത്ഥങ്ങൾ തികയാതിരിക്കുക എന്നുള്ളൊരു ദോഷം ഉണ്ടാവില്ല. അങ്ങനെ പാഞ്ചാലി. പിന്നെ ദാനം ചെയ്യാൻ കർണനെ തന്നെ ചുമതലപ്പെടുത്തി. കാരണം ഏതൊരു യജ്ഞത്തിനും നമ്മൾ പറയാറുണ്ട് ഇല്ലേ, കുടുംബത്തിലെ കാരണവര് ആണ് ദാനം ചെയ്യേണ്ടത്. ഭഗവാൻ അത് സൂത്രത്തിൽ എല്ലാം അറിയുന്ന കണ്ണൻ കർണാരിയായിരിക്കുന്ന ആ അർജുനന്റെ സാരഥിയായിരിക്കുന്ന ഭഗവാൻ കർണനെ ദാനത്തിന്റെ ചുമതല ഏർപ്പെടുത്തി. അപ്പൊ ദുര്യോധനൻ എന്ത് ചെയ്യും? ദുര്യോധനൻ ഈ കർണന്റെ അടുത്തേക്ക് ദാനം ചെയ്യാനുള്ള ധനം കൊടുക്കുമ്പോൾ 10 വേണ്ട സ്ഥലത്ത് 100 ഒക്കെ കൊടുക്കാൻ തുടങ്ങി. കർണന് പിന്നെ നോട്ടമില്ല, കർണൻ അതെടുത്ത് അങ്ങോട്ട് കൊടുക്കും. കിട്ടുന്ന ആളുകൾക്ക് സന്തോഷം. അങ്ങനെ അവിടെ ആ യജ്ഞം അതിഗംഭീരമായിട്ട് നടക്കുന്നു. പിന്നെ യുയുധാനോ വികർണശ്ച ഹാർദിക്യോ വിദുരാദയ ബാഹ്ലീകപുത്രാ ഭൂര്യാദ്യ യേച സന്ദർദനാദയ നിരൂപിതാ മഹായജ്ഞേ നാനാകർമ്മസു തേ തദാ പ്രവർത്തന്തെ സ്മ രാജേന്ദ്ര രാജ്ഞ പ്രിയ ചികീർഷവാ. രാജാവിൻ്റെ പ്രിയത്തെ ചെയ്യാൻ വേണ്ടി രാജ്ഞ പ്രിയ ചികീർഷവാ അവര് പ്രവർത്തന്തെ സ്മ എന്നാണ്. അവര് പ്രവർത്തിച്ചു. ആരൊക്കെ? യുയുധാനൻ, വികർണൻ, ഹാർദിക്യൻ, വിതുരൻ തുടങ്ങിയവര്, ഭൂരി തുടങ്ങിയവര്, ആ തുടങ്ങിയ ബാഹ്ലീക പുത്രന്മാര്, സന്ദർദനാദയ സന്ദർദനൻ അവിടെ, അതേപോലെ തന്നെ മറ്റു ചിലർ, എല്ലാ ആളുകളും ആ മഹായാഗത്തിൽ നാനാകർമ്മസു നിരൂപിത, പല പല കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ നിശ്ചയിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ രാജശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷത്തെ വലിയ കാര്യങ്ങൾ നടത്താൻ വലിയ യോഗ്യന്മാര് പരിശ്രമിക്കണം. അത് അങ്ങക്ക് അനുഭവമല്ലേ? അങ്ങയുടെ പിതാമഹന്റെ പ്രിയ സമ്പാദനത്തിന് താല്പര്യമുള്ള അവരൊക്കെ വേണ്ട പോലെ പ്രവർത്തിച്ചു. ഋത്വിക് സദസ്യ ബഹുവിൽസു സുഹൃത്തമേഷു സുഷ്ടേഷു സൂനൃത സമർഹണ ദക്ഷിണാഭി ചൈദ്യേച സാത്വതപതേശ്ചരണം പ്രവിഷ്ടേ ചക്രുസ്തതസ്ത്വഭൃതസ്നപനം ദ്യുനദ്യാം. ഋത്വിക് സദസ്യ ബഹുവിൽസു, ഋത്വിക്കുകൾ സദസ്യന്മാര്, ജ്ഞാനികള്, സുഹൃത്തുക്കള്, സൂനൃത സമർഹണ ദക്ഷിണാഭി, ഏറ്റവും നല്ല വാക്ക്, അലങ്കാരാദി ദാനം, ദക്ഷിണ എന്നിവ കൊണ്ട് നന്നായി പൂജിക്കപ്പെട്ട ആ വിഷയത്തിൽ
ശിശുപാലൻ ഭഗവാന്റെ പാദത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. ആ വിഷയത്തിൽ അനന്തരം ദേവനദിയിൽ അവഭൃത സ്നപനം ചക്രു. ഇവിടെ വരുന്ന ആളുകളോട് നല്ല വാക്ക് പറയുക, അവർക്ക് പല സമ്മാനങ്ങൾ കൊടുക്കുക, ദക്ഷിണ കൊടുക്കുക. ശിശുപാലന് ഭഗവത് സാരൂപ്യം കിട്ടി, ഭഗവാനിലേക്ക് ലയിച്ചു, സായുജ്യം നേടി. ഇങ്ങനെ ആ യാഗസമാപ്തിയിൽ ഗംഗാനദിയിൽ ദ്യുനദ്യാം ദേവനദിയിൽ ഔഭൃത സ്നാനം, ദീക്ഷാന്ത സ്നാനം എന്ന ഏറ്റവും മഹത്തരമായ ദിവ്യമായ പ്രവൃത്തിയെ അവിടെ ചെയ്തു എന്ന് പറയുന്നു. പിന്നെയോ മൃദംഗ ശംഖ പണവധുന്ധുര്യാനക ഗോമുഖ വാദിത്രാണി വിചിത്രാണി നേതുരാവഭൃതോത്സവേ. ആ അവഭൃതത്തിന്റെ ഉത്സവം, ആറാട്ടന്റെ മഹോത്സവത്തിൽ മൃദംഗം, ശംഖം, പണവം, ധുന്ധുരി, ആനകം, ഗോമുഖം തുടങ്ങിയ പലതരത്തിലുള്ള വാദ്യങ്ങൾ ശബ്ദിച്ചു. അങ്ങനെയാണ് അല്ലേ, ഉത്സവമാകുമ്പോൾ അങ്ങനെയാണ് വാദ്യഘോഷങ്ങൾ. അങ്ങനെ ധർമ്മപുത്രര് ആറാട്ട് മുങ്ങുന്ന സമയത്ത് എല്ലാവരും ആനന്ദത്തോടുകൂടി ആഘോഷത്തോടുകൂടി വാദ്യമേളങ്ങളൊക്കെ മുഴക്കി. നർത്തകികളോ നർത്തക്യോ നൃഹൃഷ്ട, നർത്തകികൾ വളരെ സന്തോഷത്തോടുകൂടി നർത്തനം ചെയ്തു. വെറുതെ നൃത്തം വയ്ക്കുകയല്ല, അവരുടെ ഉള്ളിലും സന്തോഷമുണ്ട് എന്നാണ്. ഗായക യൂഥശോജഗു, ഗായകന്മാര് സംഘത്തോടുകൂടി യൂഥശഃ ജഗു ഗാനം ചെയ്തു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പാടുന്നു. വീണാവേണു തലോന്നാദസ്തേഷാംസ ദിവമസ്പൃശൽ. വീണ, വേണു, വീണയിൽ നിന്നും ഓടക്കുഴലിൽ നിന്നുള്ള മൃദുവാദ്യങ്ങളിൽ നിന്ന്, താളങ്ങളിൽ നിന്നും ആ പുറപ്പെടുന്ന ഉച്ചധ്വനി ദിവം അസ്പൃശൽ, സ്വർഗത്തെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ നിറഞ്ഞു എന്ന് പറയുന്നു. ചിത്രധ്വജ പതാകാഗ്രൈ ഇഭേന്ദ്രസ്യന്തനാർവഭി സ്വലങ്കൃതൈർഭടൈർഭൂപ നിര്യയു രുക്മമാലിന. രാജാക്കന്മാര് രുക്മമാലിന സ്വർണമാലകളൊക്കെ ധരിച്ച് ചിത്രധ്വജ പതാകാഗ്രേ, അഗ്രഭാഗത്തിൽ ചിത്രധ്വജ പതാകകളോടുകൂടിയ ഇഭസ്യന്തനാർവഭി ആന, തേര്, കുതിരകളോടും സ്വലങ്കൃത നന്നായി അലങ്കരിക്കപ്പെട്ട ഭടന്മാരോടും കൂടി പുറപ്പെട്ടു. ആന, തേര്, കുതിര, കാല, ആ ചതുരംഗ സൈന്യം. അങ്ങനെ ഗംഗയിലേക്ക് എല്ലാവരും കൂടി കൊടിക്കൂറകളൊക്കെ, പലതരത്തിലുള്ള കൊടിക്കൂറകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള രഥത്തിലൊക്കെ കയറി സ്വർണമാലകളൊക്കെ ധരിച്ച് അവരും ഔഭൃത സ്നാനത്തിന് തയ്യാറായി. ആരൊക്കെ? യദു, സൃഞ്ജയ, കാംബോജ, കുരു, കേകയ, കോസല കമ്പയന്തോ ഭുവം സൈന്യേർയജമാന പുരസ്സര. യജമാന പുരസ്സര, ആരാ യജമാനൻ? ധർമ്മപുത്രർ. ആ ധർമ്മപുത്രരെ മുമ്പിൽ നടത്തിക്കൊണ്ട് സൈന്യങ്ങളെ കൊണ്ട് ഭൂമിയെ വിറപ്പിച്ചും കൊണ്ട് പുറപ്പെട്ടു. ആരൊക്കെ? യാദവന്മാര്, സൃഞ്ജയന്മാര്, കാംബോജന്മാര്, കുരുക്കൾ, കേകയന്മാര്, അതേപോലെ കോസലന്മാര്, അയോധ്യയിലുള്ള ആളുകള്. ഇങ്ങനെ സകല രാജാക്കന്മാരും യുധിഷ്ഠിരനെ മുമ്പിൽ നടത്തി അവർ പുറകിൽ ഭൂമിയെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് അവരും പുറപ്പെട്ടു. സദസ്യർദ്വിജശ്രേഷ്ഠ ബ്രഹ്മഘോഷേണ ഭൂയസ ദേവർഷി പിതൃഗന്ധർവാസ്തുഷ്ടുവു പുഷ്പവർഷിണ. സദസ്യര്, ഋത്തിക്കള് തുടങ്ങിയ ബ്രാഹ്മണര് ഭൂയസ വളരെ അധികമായ ബ്രഹ്മഘോഷേണ മന്ത്രഘോഷത്തോടുകൂടി അവരും പുറപ്പെട്ടു. ദേവർഷി പിതൃഗന്ധർവ, ദേവന്മാര്, ഋഷികള്, ഗന്ധർവന്മാർ ഇവരൊക്കെ പുഷ്പവർഷം ചെയ്ത് ധർമ്മപുത്രരെ ഗംഭീരമായിട്ട് സ്തുതിച്ചു, അല്ലെങ്കിൽ പ്രശംസിച്ചു. ബ്രാഹ്മണശ്രേഷ്ഠര് വേദമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരും പിതൃക്കളും ഋഷികളും ഗന്ധർവന്മാരും ഒക്കെ ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വലങ്കൃത നരാനാര്യോ ഗന്ധസ്രഗ്ഭൂഷണാംബരൈ വിലിംബന്ത്യോ അഭിഷിഞ്ചന്ത്യോ വിജഹൃർവിവിധൈരസൈ. ഗന്ധം സ്രഗ് ഭൂഷണാംബരൈ, ഗന്ധസ്രഗ് ഭൂഷണാംബരൈ, ഗന്ധം, മാല, ആഭരണം, വസ്ത്രം, ഇതുകൊണ്ട് സ്വലങ്കൃത നല്ല പോലെ അലങ്കരിക്കപ്പെട്ട നര, നാര്യ, പുരുഷന്മാരും സ്ത്രീകളും
വിലേപനം ചെയ്യുന്നവരും അഭിഷേകം ചെയ്യുന്നവരുമായി പലതരത്തിലുള്ള ആ രസങ്ങൾ കൊണ്ട് വിഹരിച്ചു അവിടെ എന്നാണ്. ഇവരൊക്കെ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് ചന്ദനം പൂശുക, അതേപോലെ തന്നെ പലതരത്തിലുള്ള വെള്ളങ്ങളൊക്കെ അന്യോന്യം അഭിഷേകം ചെയ്യുക, കളിക്കുക, കുളിക്കുക, അങ്ങനെ എല്ലാവരും ആനന്ദത്തോടുകൂടി അവിടെ ഇരിക്കണം. തൈല ഗോരസ ഗന്ധോത ഹരിദ്രാസാദ്ര കുങ്കുമൈ പുംഭിർലിപ്ത പ്രലിംബന്ധ്യോ വിജഹ്രുർവാരയോഷിത. തൈല ഗോരസ ഗന്ധോത ഹരിദ്രാസാന്ദ്ര കുങ്കുമൈ. തൈലം, ഗോരസം, ഗന്ധോദകം, ഹരിദ്ര, കുങ്കുമം എന്നിവയിൽ പുരുഷന്മാരാൽ ലേപനം ചെയ്യപ്പെട്ട വാരസ്ത്രീകൾ പ്രകർഷേണ ലേപനം ചെയ്യുന്നവരായിട്ട് കളിച്ചു എന്നാണ്. എന്തൊക്കെയാ അഭിഷേകം ചെയ്തത്? എണ്ണ കൊണ്ട്, തൈര് കൊണ്ട്, ചന്ദനം, മഞ്ഞള് കലക്കിയത്, കുങ്കുമം, ഇങ്ങനെ പല ദ്രവ്യങ്ങൾ കൊണ്ടും വാരസ്ത്രീകളുടെ ദേഹത്ത് ഒഴിക്കുക. അപ്പോഴോ അവരുടെ ദേഹം അത് മുഴുവൻ തേച്ചും കൊണ്ട് രസിച്ച് അവർ കളിക്കുകയും കുളിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഗുപ്താനൃഭിർനിരകമന്നുപലബ്ധമേതൽ ദേവ്യോ യഥാതി വിമാനവരൈർനൃദേവ്യ താമാതുലേയ സഖിഭി പരിഷിച്യമാന സവ്രീഡഹാസവികസദ്വദനാ വിരേജു. ആകാശത്തിൽ വിമാനവരെ ശ്രേഷ്ഠമായ വിമാനങ്ങളോടുകൂടി ദേവ്യയഥ ദേവസ്ത്രീകൾ എന്നതുപോലെ രാജസ്ത്രീകൾ ആളുകളാൽ രക്ഷിക്കപ്പെട്ടവരായി ഇത് കാണാനായി ഇറങ്ങിപ്പുറപ്പെട്ടു. അവര് മാതുലേയ സഖിഭി, അമ്മാമന്റെ മകനാലും സഖികളാലും പരിഷേചനം ചെയ്യപ്പെടുന്നവരായി സവ്രീഡ ഹാസ വികസദ്വദന, ലജ്ജാസഹിത ഹാസം കൊണ്ട് വികസിച്ച മുഖത്തോടു കൂടിയവരായി മാറി എന്നാണ്. ഔഭൃതസ്നാന മഹോത്സവം കാണാൻ ഗംഗയിലേക്ക് ഇറങ്ങുമ്പോൾ മുകളിൽ നിൽക്കുന്ന ദേവസ്ത്രീകള് വിമാനത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ രാജപത്നിമാരും ഭടന്മാരുടെ ആ പല വാഹനങ്ങളിൽ ഇരുന്നും കൊണ്ട് ഈ മഹോത്സവം കാണാൻ ഗംഗാതീരത്തേക്ക് പോയി. അവരുടെ അമ്മാമന്റെ മകനായ ശ്രീകൃഷ്ണനും കൃഷ്ണന്റെ സ്നേഹിതന്മാരായ അർജുനൻ, ഭീമസേനൻ തുടങ്ങിയവരും ചന്ദനാദി സേചനദ്രവ്യങ്ങൾ കൊണ്ട് ഇവരെയൊക്കെ അഭിഷേകം ചെയ്തു. അപ്പൊ സന്തോഷമായി. സന്തോഷത്തോടൊപ്പം നാണുണ്ടായി, നാണത്തോടൊപ്പം കടാക്ഷം ഉണ്ടായി, അതോടൊപ്പം മന്ദഹാസം ഉണ്ടായി. അങ്ങനെ വിശേഷ വിധിയാൽ അവരും ശോഭിച്ചു. താ ദേവരാനുത സഖിൻ ശിഷിചുർധൃതീഭി ക്ലിന്നാംബരാ വിവൃതഗാത്ര കുചോരു മധ്യ ഔത്സുക്യമുക്ത കബരാച്യവമാനമാല്യ ക്ഷോഭം ദധുർ മലധിയാം രുചിരേർ വിഹാരൈ എന്നാണ്. ഇവിടെ അവര് ദേവരാൻ ഭർത്തൃസഹോദരന്മാരെയും സഖീൻ ഉത സഖികളെയും ധൃതീഭി ജലയന്ത്രങ്ങൾ കൊണ്ട് അവരും സേചനം ചെയ്തു. ക്ലിന്നാംബര, അപ്പൊ എന്തുണ്ടായി? നനഞ്ഞ വസ്ത്രങ്ങൾ. വിവൃതഗാത്ര കുചോരു മധ്യ, വളരെ വ്യക്തമായി കാണുന്ന വസ്ത്രമൊക്കെ നനഞ്ഞപ്പോ ആ ദേഹത്തിന്റെ അവയവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്. ഔത്സുക്യമുക്ത കബരാൽ, ഔത്സുക്യം കൊണ്ട് അഴിഞ്ഞു മുടി. ച്യവമാനമാല്യ, വീഴുന്ന മാല്യങ്ങൾ, ആ മാലകളും പൂക്കളൊക്കെ താഴേക്ക് വീഴുന്നു. രുചിരൈ വിഹാരൈ, മനോഹരമായ കളികൾ കൊണ്ട് മലധിയാം ക്ഷോഭം ദധു. മലധിയാം എന്ന് പറഞ്ഞാൽ കാമുകന്മാര്. അവരുടെ കാമുകന്മാരുടെ ഉള്ളിലൊക്കെ മനസ്സുമല്ലാതെ ക്ഷോഭിച്ചു. കാരണം ഇവരുടെ ദേഹം മുഴുവൻ നനഞ്ഞ് ഒട്ടിയിരിക്കുന്നത് കാരണം അത് കണ്ടപ്പോ അവരുടെ ദേഹത്തിന്റെ ഭംഗി കണ്ട് ഈ കാമുകന്മാരുടെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടായി എന്നും പറയുന്നു. ഇങ്ങനെ സസമ്രാട്രഥമാരൂഢ സദശ്വം രുക്മമാലിനം വ്യരോചത സ്വപത്നീഭി ക്രിയാഭികൃതുരാടിവ. സമ്രാട്ട് ചക്രവർത്തിയായ അദ്ദേഹം സദശ്വം, നല്ല കുതിരകളോടുകൂടിയ രുക്മമാലിനം, സ്വർണമാലകളോടുകൂടിയ തേരിലേക്ക് തൻ്റെ ഭാര്യമാരോടുകൂടി കയറി ക്രിയാഭി, ക്രിയകളോടുകൂടിയ രാജസൂയം എന്നതുപോലെ ശോഭിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ ആ ധർമ്മപുത്രര് അംഗക്രിയകളാകുന്ന പത്നിമാരോടുകൂടി രാജസൂയ മഹായജ്ഞം ഒരു സ്വരൂപം സ്വീകരിച്ചേക്കുന്നത് പോലെ ശോഭിച്ചു. അപ്പൊ ഭാര്യമാരൊക്കെ
ഈ രാജസൂയത്തിന്റെ ക്രിയകൾ ആണ്. രാജസൂയമാരാണ്? അത് ധർമ്മപുത്രരാണ് എന്നാണ്. പത്നി സംയാജവാഭൃത്യൈശ്ചരിത്വാ തേ തമൃത്യുജ ആചാന്തം സ്നാപയാംശ്ചക്രുർഗംഗായാം സഹ കൃഷ്ണയാ. ഭഗവാൻ നോക്കി നിൽക്കെ കൃഷ്ണയോടുകൂടി പത്നി സംയാജവാഭൃത്യൈ, പത്നി സംയാജം ഔഭൃത സംബന്ധികളായ കർമ്മങ്ങൾ ഇവരോടുകൂടി. പത്നി സംയാജം എന്നൊരു യാഗം, ആ ദീക്ഷയുടെ അവസാനത്തിൽ സ്നാനം ചെയ്യേണ്ട വിശേഷ കർമ്മങ്ങളെയൊക്കെ വേണ്ട പോലെ ചരിത്വ അനുഷ്ഠിപ്പിച്ചിട്ട് തേ ഋത്വിജഹ, ആ ഋത്വിക്കുകൾ ധർമ്മപുത്രരെ ഗംഗയിൽ കൃഷ്ണയാസഹ പാഞ്ചാലി ദേവിയോടുകൂടി ആചമനം ചെയ്യിച്ചിട്ട് സ്നാനം ചെയ്യിച്ചു എന്നാണ്. ഗംഗയിൽ ദാ കൃഷ്ണയോടുകൂടി ധർമ്മപുത്ര മഹാരാജാവ് അങ്ങനെ മുങ്ങി എന്ന് പറയുന്നിടത്ത് അവിടെ ഏതാ ദേവദുന്ദുഭയോ നേതുർ നരദുന്ദുഭിഭിസമം മുമുജു പുഷ്പവർഷാണി ദേവർഷി പിതൃ മാനവാഹ. നരദുന്ദുഭിഭിസമം, മനുഷ്യദുന്ദുഭികളോടുകൂടി ദേവദുന്ദുഭികൾ അവിടെ ഏതാ ഉറക്കെ ശബ്ദിച്ചു. ദേവർഷി പിതൃമാനവ, ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, മനുഷ്യര് ഇവരൊക്കെ പുഷ്പവർഷാണി മുമുച്ചു, ഒരു പുഷ്പവർഷം പെയ്തു എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ ദിവ്യമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നാളെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറ
പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.